വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണ്? പെരുമ്പാവൂരിന് ശേഷം ഒരു 21 കിലോമീറ്ററുള്ള പാണിയേലി പോയിരിക്കണം പോണ്. അതിമനോഹരമായ കാഴ്ചയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. ഇത് നമ്മുടെ ഒരു ന്യൂ സിഗ്നലാണ്. അവിടെ നിന്നിപ്പോൾ ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി. ഇതാണ് നമ്മുടെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ പള്ളി. നമുക്ക് അടുത്തേക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് നമ്മളിപ്പോ സാധനം കഴിക്കാൻ നിന്നില്ല കേട്ടോ. അവിടെ സാധനം പറഞ്ഞാൽ ചൊവ്വാഴ്ച, എല്ലാ ചൊവ്വാഴ്ച അവിടെ കഞ്ഞി ഉണ്ടാവും. അതൊരു സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ അവിടെ നമ്മൾ കുറേ സിഗ്നൽ കഴിഞ്ഞിട്ടേ നമ്മൾ പോകണ വഴി ഇനി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ വീട്ടിനടുത്തുനിന്ന്, അതായത് ചാലക്കുടിയിൽ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് ഇവിടേക്ക്. തിരക്കുള്ള റോഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം നമ്മൾ കയറുന്നത് അധികം തിരക്കില്ലാത്ത വഴിയാണ് കേട്ടോ. അധികം വാഹനങ്ങളൊന്നും ഇല്ല. എവിടെ നോക്കിയാലും റബ്ബർ മരങ്ങളാണ്. വീടുകളൊക്കെ അധികം കുറവാണ്, നന്നേ കുറവാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷോപ്പുകളും അധികം ഞാൻ കണ്ടില്ല കേട്ടോ. ഉള്ളിലിട്ട് വഴിയിൽ കയറിയപ്പോൾ ഒരു വനപ്രദേശം പോലെ തന്നെ. അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ അത്ര ഡെവലപ്പൊന്നും അല്ല. നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഒരു മീൻ വണ്ടി പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലത്തേക്കുള്ള റൂട്ട്. നമ്മുടെ സ്ഥലം എന്ന് പറയുമ്പോൾ പാണിയേലിപ്പോര് കണ്ടോ. ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടിയുണ്ട്. രണ്ട് സൈഡിലും വനം പോലെയാണ്. മരങ്ങൾ നിറയെ തിങ്ങി നിൽപ്പുണ്ട്. നല്ല പൊക്കത്തിൽ കുറേ മരങ്ങൾ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും ഒരു വനമേഖല. ഈ കാടിന്റെ 2 സൈഡിലും ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം വന്യമൃഗങ്ങളുണ്ടെന്ന്. കൂടുതലും ആനയാകാനാണ് സാധ്യത. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ആനയുടെ കാര്യം കേൾക്കുമ്പോൾ ചെറിയൊരു ഭയമുണ്ട്. കൊമ്പനാട് പാണിയേലി എന്ന ബോർഡ് കണ്ടു. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ലൊക്കേഷനിലേക്ക് തിരിയാൻ. അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ എത്തി. നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ റേഞ്ചിനൊന്നും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഫോണിൽ നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെയൊക്കെ 2 സ്ഥലങ്ങളിലും 2 സൈഡിലായിട്ട് വെള്ളമൊക്കെ കെട്ടി നിന്ന ഒരു ലക്ഷണമൊക്കെ നമുക്ക് കാണാം. നമുക്ക് സെക്യൂരിറ്റി ഗാർഡ് വന്ന് പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അടിപൊളി വ്യൂ. ഇനിയുണ്ട് കാഴ്ചകൾ കാണാൻ. കെട്ടിയും കൂടെയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. മഴ പെയ്താൽ നമ്മൾ പെടരുതല്ലോ. ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടു. ഇതാണ് അവിടുത്തെ ചാർജ് നിരക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ചെന്ന ടൈം അവിടുത്തെ ജീവനക്കാർ ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു പാസ് എടുക്കാനായിട്ട്. പെർ ഹെഡിന് 50 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. നമ്മുടെ കാറിന് 30 രൂപ. ഇത് അവർ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ദേണ്ട പോന്നു അമ്പട കുഞ്ഞമ്പുഴു.
അങ്ങനത്തെ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് നടന്നാൽ നമ്മുടെ അടിപൊളി സ്ഥലത്തെത്തി അടിപൊളി വ്യൂസ് കാണാൻ പറ്റും. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വീടുകളുണ്ട് കേട്ടോ, ഒരുപാടൊന്നുമില്ല, 1-2 വീടുകൾ മാത്രം. ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇപ്പം അത് ഓപ്പൺ അല്ല, കാരണം ഇപ്പം ആൾക്കാർ കുറവാണ്. മഴയായ കാരണം വെള്ളം കൂടുതൽ കൊണ്ടും അവിടെ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ജംഗിൾ കഫേ ഒന്നുമില്ല, ഈ കടൽ പൂട്ടിട്ടാണ് കട. ജംഗിൾ കഫേ പൂട്ടിച്ചേക്കണം, എല്ലാവരും ഇത് കാണുക. അങ്ങനെ നമ്മളിതേ മുന്നോട്ട് പോകുമ്പോഴത്തേ ഇത് 2ാമത്തെ വീടാണ് കേട്ടോ. ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയിട്ട് കാണുന്ന 2ാമത്തെ വീടാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ടോ, 1 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. നമ്മള് നടന്നുകൊണ്ടിരിക്കണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിലും കാറ്റിലും മരം കടപുഴകി വീണാണ് നോക്കി. എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് കാണുമ്പോഴേ അറിയാം മണ്ണിൻ്റെ ആ ഒരു പ്രത്യേകതയും വൃത്തിയും ഒക്കെ. പ്ലാസ്റ്റിക് ചപ്പ് ചവർ അങ്ങനെ ഒന്നും കൂടിക്കിടപ്പില്ല കേട്ടോ. സൂപ്പറാണ്. നമ്മുടെ അടുത്തൂടെയാണ് പുഴ പോണത്. അവിടെ പുഴയിൽ ഇപ്പോൾ ഒരുപാട് വെള്ളം ആയതുകൊണ്ട് നമുക്ക് അധികം ഇറങ്ങാൻ പറ്റില്ല. വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് കുഴികളൊക്കെ ഉള്ള ഒഴുക്കൊക്കെ ഉള്ള സമയമാണ്, വെള്ളം കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് അധികം ആരും പുഴയിൽ ഇറങ്ങാതിരിക്കാൻ നോക്കുക. സെക്യൂരിറ്റിക്കാർ അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നല്ല മഴക്കാറുള്ള സമയമാണ്. ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വരുന്നവരൊക്കെ കയ്യിലൊരു കുട കരുതാ. വെള്ളത്തിൻ്റെ അതിതീവ്രമായ ഒഴുക്കിൽ ഇവിടെ നിന്നുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയി. ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. നല്ല രസമാണ്, ക്യാമാണ്. പ്രകൃതിയോട് ഇണങ്ങി ചേർന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. നമുക്ക് നല്ല സമാധാനത്തിലൂടെ ഒന്ന് ഇരിക്കാം. മഴയിൽ പൊട്ടിപ്പൊളഞ്ഞപ്പോൾ ഇതാവാം ഒരു ഹട്ടൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് യൂസ്ഫുൾ അല്ലോ. ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി കേട്ടോ, ഭയങ്കര മനോഹരമുണ്ട്. ഒരു മുളക്കാട് അല്ലേ, പുഴയുടെ ആ വിഷ്വൽ ഭയങ്കര ഒഴുക്കാണ്. വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പുഴയിൽ ഇറങ്ങാതിരിക്കാൻ. നമുക്ക് ഈ പാറ ക്രോസ് ചെയ്ത് വേണം അപ്പുറത്ത് ഇറങ്ങാനായിട്ട്.
ഉള്ളിലേക്ക് നമുക്ക് കുറെ കൂടെ പോകാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ചുകൂടി നല്ല വിശ്വസമാണ്. മണ്ണ് സൂം ചെയ്ത് കാണിച്ച് വേറൊന്നല്ല കേട്ടോ, നല്ല തിളക്കമുണ്ട് ആ മണ്ണിന്. ഒറ്റയ്ക്ക് നടന്നു പോണ ശ്രീകുട്ടി വ്ളോഗ്സ്. മഴയും പെയ്യുന്നു. വെള്ളച്ചാട്ടം പോലെ വേണ്ട തിരിഞ്ഞു വന്നത്. നല്ല അതിശക്തമായ മഴയിലെ മലയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന സമയത്ത് മണ്ണിടിഞ്ഞ് പോയിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വിഷ്വൽ. ഇതാണ് ഇവിടുത്തെ എൻഡിങ്. ഞങ്ങൾ എൻഡിങ് വരെ നടന്നു കേട്ടോ. സൂപ്പറാണ്. ഇവിടെ വെള്ളം കുറവുള്ള സമയത്ത് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും, നീന്താൻ പറ്റും, കുളിക്കാൻ പറ്റും, നമ്മുടെ ഗാർഡ് പറയുന്നതിനനുസരിച്ച് കേട്ടോ. ഇപ്പോൾ വെള്ളം കൂടുതലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കാണാൻ കുറച്ച് കാഴ്ചകളാണ്. പിന്നെ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ച ബോർഡ് കാണാം. അവിടെ ഒരു ഗാർഡ് ഇരിപ്പുണ്ട്. ഇപ്പം അധികം ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.